കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നുണ്ട്. കോൺഗ്രസ് നേരത്തെ തന്നെ തോൽവി സമ്മതിച്ചതാണ് പവൻ ഖേര മാധ്യമങ്ങളോട്. और सम्मान रखता ही है। आप जैसा कि मैंने कहा, ये शुरुआती रुझान है और कार्यकर्ता भी समझ रहा है इस बात को कि ये लड़ाई बीजेपी, कांग्रेस, आरजेडी, जेडीयू की नहीं रही। अब ये लड़ाई सीधा सीधा ज्ञानेश कुमार गुप्ता और भारत की जनता की लड़ाई। കോൺഗ്രസ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് എന്നതാണ്. SIRലേക്ക് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ അവരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു വീണ്ടും എന്ന് വേണം മനസ്സിലാക്കാൻ. പൊട്ടിപ്പൊളിഞ്ഞു പോയ SIR എന്ന് വേണം പറയാൻ. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് SIRനെ കുറിച്ച് ബീഹാർ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. അതിനുശേഷം വോട്ട് ചോരിയെ കുറിച്ച് ബീഹാർ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് രാഹുൽ ഗാന്ധി ഈ പ്രചരണത്തിൽ ഉടനീളം ശ്രമിച്ചത്. വോട്ട് ചോരി യാത്ര വലിയ പ്രകമ്പനം സൃഷ്ടിക്കുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് കോൺഗ്രസിന്റെ ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഈ പരാജയം അംഗീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആയുധം വെച്ച് കീഴടങ്ങി കോൺഗ്രസ് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് കൃത്യമായി പറയാനുള്ളത്. അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച 1 മണിക്കൂർ കഴിയുമ്പോഴേ കോൺഗ്രസ് പറയുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAയെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം. 3-2 ഭൂരിപക്ഷത്തിലേക്ക് ലീഡ് എത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണങ്ങൾ കണ്ടെത്തുക എന്നത് കോൺഗ്രസ് 11 സീറ്റുകളിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. 19 സീറ്റുകളിൽ കഴിഞ്ഞ തവണ വിജയക്കൊടി പാറിക്കാൻ സാധിച്ച കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് RJDയെ അകറ്റി നിർത്തിയത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ ഒപ്പം മത്സരിച്ച കോൺഗ്രസിന് കൃത്യമായൊരു സീറ്റ് നില നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ അധികാരത്തിന് ഒരു തർക്കമുണ്ടാകുമായിരുന്നില്ല, അധികാര പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പിന്നീട് കണ്ടത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചുള്ള നീക്കങ്ങൾ ആയിരുന്നു. പക്ഷേ അതും അമ്പെ പരാജയപ്പെടുന്നു. 1990-കൾ വരെ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ നിശ്ചയിച്ചിരുന്നത്, ബീഹാറിന്റെ അധികാരത്തെ നിശ്ചയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു. പക്ഷേ തിരിച്ചുവരവിന് ഇനി ബാല്യമില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് രേണുക. മാത്രവുമല്ല, മുഖ്യമന്ത്രിമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് ബീഹാറിന്റെ മണ്ണ് തങ്ങൾക്ക് അനുകൂലമാക്കി അല്ലാതാക്കി മാറ്റിയ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുമോ എന്ന് നോക്കിയതാണ്. രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെയുള്ള വലിയ ഒരു കടന്നുവരവിന് ഇത് വഴിയൊരുക്കുമോ, ഈ വിജയം വഴിയൊരുക്കുമോ എന്നൊക്കെ നോക്കിയിരിക്കുന്നിടത്താണ് കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നിലേക്ക് കോൺഗ്രസ് നിലംപതിക്കുന്നത്. KP, മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റ് വിഭജന സമയത്ത് പോലും കോൺഗ്രസ് അതിനൊരു തങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നൊരു സാഹചര്യം കൂടി കാണണം. SIR ചർച്ചയാക്കുമ്പോൾ RJD അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അവർ ആ മണ്ണിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്നത് കണ്ടെത്തിയതാണ്. പക്ഷേ അതൊന്നും കോൺഗ്രസ് മുഖവിലക്കെടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊക്കെ ഇപ്പോൾ മുന്നണിയുടെ തന്നെ പരാജയത്തിലേക്ക് ആ സഖ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. എന്തായാലും തോൽവി കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പുരാതന ഇന്ത്യയുടെ പരിച്ഛേദമെന്ന് ഇപ്പോഴും മറ്റ് 180 വലിയ മാർജിനിലേക്ക് 180, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ഒന്നും എത്തിപ്പെടാനാകാത്ത തരത്തിലേക്ക് 180 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ 181 എന്ന നിലയിലേക്ക് NDAയുടെ വ്യക്തമായ മേൽക്കൈ, ആരും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് NDA എത്തുമ്പോൾ അവിടെ RJDയുടെ ബലവും ക്ഷയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. RJDയുടെ സീറ്റുകൾ 39ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. RJDക്കും കളം പിടിക്കാനായിട്ടില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത് എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചതിനപ്പുറത്തേക്കുള്ള വിജയമായി NDA കൊണ്ടുപോവുകയാണ്. ബീഹാറിൽ 181 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു ഇപ്പോൾ. അതായത് ഏത് മേഖല പരിശോധിച്ചാലും BJPയുടെയും JDUവിന്റെയും വലിയ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ വീഡിയോ വാളുമായി കിരൺ ആയിരുന്നു ചേർന്നിരുന്നത്. കിരൺ, അത് നമുക്കറിയാം, ഓരോ റീജൻ തിരിച്ചുകൊണ്ട് പരിശോധിച്ചാൽ പോലും വ്യക്തമായ മേൽക്കൈ, വ്യക്തമായ ഒരു മുന്നേറ്റം. മിഥില പോലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളാകട്ടെ, നഗര കേന്ദ്രീകൃതമായ മേഖലകളാകട്ടെ, ഗ്രാമപ്രദേശങ്ങളാകട്ടെ, അതിപ്പോൾ ഭോജ്പൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? തന്നെ പറയേണ്ടി വരും അഭിലാഷ്. കഴിഞ്ഞ തവണ ഭോജ്പൂരിലൊക്കെ ആയിരുന്നു ഇന്ത്യ സഖ്യത്തിന് വലിയ മേൽക്കൈ ഉണ്ടായത്. മഗധയിലായിരുന്നു മേൽക്കൈ ഉണ്ടായത്. മറ്റ് 4 മേഖലകളിലും അവിടെ ആ തരത്തിലേക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റ് 4 മേഖലയിലും മേൽക്കൈ ഉണ്ടായിരുന്നു, വ്യക്തമായ മേൽക്കൈ ഉണ്ടായത് NDAയ്ക്കായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ പിക്ചർ. കൃത്യമായി തന്നെ പറഞ്ഞാൽ നമുക്ക്